ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ജിസ്മി തമ്പുരാനാണ്. അപ്പോൾ നമുക്ക് മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ ആണ്. ഈ മൈക്രോ ഗ്രീൻസിനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രൗട്ട് ചെയ്ത ഗ്രീൻ ഗ്രാമിൻ്റെ പച്ചപ്പയർ, അതിനെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് നമ്മൾ അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അപ്പം ഡെയിലി നമ്മളതിന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വേറെ ബോക്സസോ ഇങ്ങനെ ഡിസ്പോസിബിൾ ബോക്സസൊക്കെ ഇല്ലേ, നമുക്ക് ലഞ്ച് കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ഐസ്ക്രീം ബോക്സോ, അതിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യും. ഇത് 10-12 ദിവസം ആയതാണ്. അപ്പോൾ ഇന്ന് കട്ട് ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിന് നമുക്ക് സാലഡ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് പരിപ്പിൻ്റെ കൂടെയോ ചെറുപയറിൻ്റെ കൂടെയൊക്കെ അതൊക്കെ വേവിച്ചിട്ട് നമുക്ക് തോരൻ പോലെ വെക്കാം. ഓക്കെ, ഇഷ്ടമുള്ളതുപോലെ വെക്കാം. നമുക്ക് പിന്നെ സാലഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം, പനീറും ഒക്കെ ഉപയോഗിക്കാം. അതാണ് ചെറുപയർ അന്നത്തെ സ്പ്രൗട്ട് അന്ന് സാലഡാക്കിയത്. അതിനെ ഓരോ ദിവസം അതിൻ്റെ ഓരോ സ്റ്റേജസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 2-ാം ദിവസം, 3-ാം ദിവസം, അങ്ങനെ ഓരോ സ്റ്റേജസാണ്. ഇതൊക്കെ 4 ദിവസം 5 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്ര ആകിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്തിട്ട് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ബോയിൽഡ് വാട്ടറിൽ ഇട്ടിട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ റൂട്ട്സൊക്കെ കണ്ടോ, അതിൻ്റെ ആ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ പിന്നെ പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഒത്തിരി അവൈലബിളാണ്, അത് നോക്കിയാൽ. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കും എല്ലാ വീട്ടിലുള്ളവർക്കും ഒക്കെ സാലഡായിട്ടൊക്കെ കുറേ പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ഉണ്ട്. വളരെ യൂസ്ഫുള്ളാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രീൻ ഗ്രാം തന്നെയല്ല, മറ്റുള്ള സീഡ്സും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. കടുക്, ഉലുവ, അങ്ങനെയുള്ള സീഡ്സൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇതിനെ ഡിപ്പ് ചെയ്യുക ബോയിൽഡ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ട്, ജസ്റ്റ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഇമേഴ്സ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ എടുത്തിട്ട് നമ്മൾ ഒരു സ്ട്രെയിനറിലിടുക, എന്നിട്ട് സ്ട്രെയിൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് നല്ലതായിട്ട് പോട്ടെ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആദ്യം ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്, കഴുകിയിട്ടാണ്. അപ്പം കുഴപ്പമില്ല, നന്നായിട്ട് ക്ലീൻ ആവും. പിന്നെ നമ്മൾ കുക്കുംബറും ഈ ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ എടുത്ത് വെക്കും ഇതിന് വേണ്ടിയിട്ടുള്ള. ഞാനിവിടെ ഇതും കൂടെ എടുക്കുന്നുണ്ട്, പനീറിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാരറ്റ്, ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കും. ടൊമാറ്റോസ് ഉണ്ട്, കൊറിയാണ്ടറുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി സോൾട്ട്, പിന്നെ നമ്മൾ പെപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ഒറിഗാനോയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒറിഗാനോ ഒന്നും ഇടണമെന്നില്ല, പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ഈ ചെറുനാരങ്ങയും അതിൻ്റെ നീരും കൂടെ ഒഴിച്ചാൽ മതി, സ്ക്വീസ് ചെയ്ത് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാണ്, ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം പനീറുണ്ട്, ക്യാരറ്റുണ്ട്, ക്യാപ്സിക്കമുണ്ട്, ഒനിയനുണ്ട്, കൊറിയാണ്ടറുണ്ട്, അങ്ങനെ മറ്റുള്ള സ്പൈസ് എല്ലാം കൂടെ നല്ലൊരു ഡയറ്റാണ്. ഡയബറ്റീസിനും ഈ തൈറോയിഡിനും ഒക്കെ നമ്മുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സാധനമാണ്. ഓക്കെ, മോർണിംഗൊക്കെ കഴിക്കുക, ഇൻ്റർമിറ്റൻ്റ്ലി ഈവനിങ്, അതായത് 3 o'clock കഴിക്കാനൊക്കെ നല്ലതാണ്. ഓക്കെ, ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.